കാറ്റത്തെ കിളിക്കൊണ്ട് ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പണിക്കാരെ ഭീഷണിപ്പെടുത്തി നമ്മുടെ ഭാസ്കരൻ്റെ ചേട്ടനും അതുപോലെ തന്നെ സഹോദരിയും കൂടി വന്നിട്ട് ലളിതയും കൂടി വന്ന് തൊള്ളാണ്. അപ്പോൾ ആ പണിക്കാരോട് പറയുന്നുണ്ട്, ഞങ്ങൾ കേസ് കൊടുക്കും, ഇത് കോടതിയിൽ സ്റ്റേ വന്നിട്ടുള്ള വീടാണ്, അതുകൊണ്ട് തന്നെ നിങ്ങളിത് പണിതാൽ നിങ്ങൾക്കാവും പണി കിട്ടാന്ന് പറയുമ്പോൾ ഓട് മാറ്റാൻ കയറിയ ആൾക്കാർക്ക് തിരിച്ചിങ്ങോട്ട് ഇറങ്ങണമെന്നുണ്ട്. പക്ഷെ ഭാസ്കരൻ താഴെ വന്ന കാല് വലിക്കണ്ടിക്കെന്ന് പറഞ്ഞപ്പോൾ ആ കോണിമേ തന്നെ അവർ ഞങ്ങളവിടെ നിൽക്കും. അങ്ങനെ നമ്മുടെ സുഭാഷ് പറയും, വലിച്ച അമ്മായി, ഈ മേൽക്കൂരൊക്കെ ആകെ കുതിർന്ന് മഴ പെയ്യുമ്പോൾ അങ്ങനെ ഇടിഞ്ഞു ഒളിഞ്ഞ് വീഴും, ഓട് മാറ്റിയില്ലെങ്കിൽ എങ്ങനെയാന്ന് പറയും, ഈ വീട് നശിച്ചു പോവില്ലേ, വീട് പോകട്ടാ, എനിക്ക് അതാണ് ആവശ്യം, ഞങ്ങൾക്ക് അത് കാണാനാണ് ഇഷ്ടം, അന്നാലെങ്കിൽ നിങ്ങൾ ഇറങ്ങുമല്ലോ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എന്നിങ്ങനെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നു. അപ്പോൾ ഭാസ്കരൻ പറയും, എന്നാൽ ശരി, നിങ്ങളൊരു കാര്യം ചെയ്യും, പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കുമെന്ന് പറയും. അതെ ബാ ചേട്ടാ, ഇവരോട് വർത്താനം പറയാൻ നിൽക്കണ്ട, നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനിൽ പോകാമെന്ന് പറയും. അപ്പോൾ അവർ പണിക്കാരെ വീണ്ടും ഭീഷണിപ്പെടുത്തും, നിങ്ങളും പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വരും കേട്ടാന്ന് പറയും. അങ്ങനെ അവരവിടെ ഷോക്കായിട്ട് നിൽക്കുക. പറയും, അതെ ഒരു കാര്യം പറയാണ്ട്, നിങ്ങൾ രണ്ടുപേരും ഒന്ന് പുറത്തേക്ക് വന്നേ, പിള്ളേരെ നിങ്ങളിവിടെ നിൽക്ക്, നിങ്ങൾ കേൾക്കേണ്ടതല്ല, എനിക്ക് രഹസ്യമായിട്ട് പറയേണ്ട കാര്യമെന്ന് പറയും. അങ്ങനെ ചേട്ടനെയും അതുപോലെ തന്നെ സഹോദരനെയും വിളിച്ച് ഗേറ്റിൻ്റെ അവിടേക്ക് പോകണ്. അപ്പോൾ പിള്ളേർ ഇങ്ങനെ മക്കളൊക്കെ ഇങ്ങനെ ആകാംക്ഷയോടെ നോക്കിക്കണ്. പറയും, എന്താ ഞങ്ങളോട് പറയാനുള്ളത് എന്ന് ലളിത ചോദിക്കും. അതെ, നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോവല്ലേ, അപ്പോൾ ഞാൻ സുനന്ദര ചെക്കൻ്റെ വീട്ടിലേക്ക് ഒന്ന് പോയിട്ട് വരട്ടെ. എന്തിനെന്ന് ചോദിക്കും. എന്തിനെന്നോ, 17 തരം കറികൾ വിളമ്പി അവൻ നിങ്ങൾ കല്യാണം നടത്തി കൊടുത്ത ആ പെൺകുട്ടി എൻ്റെ മോൻ സുഭാഷുണ്ട സദ്യയാണെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കുമെന്ന് പറയും. നിങ്ങൾ അനാവശ്യം പറയരുതെന്നാ, അവൾ ഈ വീട്ടിൽ കയറി ഇറങ്ങിയതും തലേ ദിവസം കല്യാണ തലേദിവസം അയാളെ വേണ്ടാന്ന് പറഞ്ഞ് എൻ്റെ മോനെ വേണമെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നതും നിങ്ങൾ അച്ഛനും അമ്മയൊക്കെ കൂടി വന്ന് എൻ്റെ മോൻ്റെ കാല് പിടിച്ച് അവൻ്റെ മനസ്സ് മാറിയതും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു കൊടുക്കും. എന്തായാലും നിങ്ങൾ ആർഭാടായി കല്യാണം നടത്തിയതല്ലേ, ഒരു മാസത്തിനുള്ളിൽ മോള് വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ അതിൻ്റെ വിഷം അറിയുള്ളൂ എന്ന് പറയുന്നതേ, ഒരു പെൺകുട്ടിയുടെ ജീവിതം വെച്ചിട്ട് നിങ്ങൾ കളിക്കണേന്ന് അമ്മാവൻ പറയും. അപ്പോൾ പറയും, അതെ അതുപോലെ ഒരു പെൺകുട്ടി ഇവിടെയുണ്ട്, അതിൻ്റെ പ്രാഥമിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ബാത്റൂം പണിയുന്നത്, ഞാൻ അങ്ങനെ ചെയ്യണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചതിക്കരുതെന്ന് പറയും. അപ്പോൾ അതിന് ലളിത ഒന്ന് അടങ്ങി. എന്നാൽ നിങ്ങളൊരു കാര്യം ചെയ്യും, ആ പണിക്കാരോട് ഇവിടെ തന്നെ വിളിച്ച് പറയും, പ്രശ്നങ്ങളൊന്നുമില്ല പണിതോളാം എന്ന് പറയും. അപ്പോൾ ഞാൻ അയാൾക്കൊരു മറുപടി ഉണ്ടായിരുന്നില്ല. അങ്ങനെ അയാൾ ഭാസ്കരൻ്റെ ഭീഷണിക്ക് മുന്നിൽ വഴങ്ങി അവരോട് പണിതോ എന്നിങ്ങനെ കൈ കൊണ്ട് കാണിക്കും. അപ്പോൾ സുധീഷിനും സുഭാഷിനൊന്നും മനസ്സിലാവണില്ല, ഇതെന്ത് കഥ, ഇതെന്ത് ഇങ്ങനെ സംഭവിച്ചതെന്നൊക്കെ ഇങ്ങനെ പറയണ്ട, വലിച്ചൻ എന്തായാലും പരുങ്ങുന്നുണ്ടല്ലോ എന്ന് പറയും. എന്തായാലും അതിനുശേഷം പണിക്കാർ പണിയൊക്കെ കഴിഞ്ഞ് പോകണ്. അപ്പോൾ സുഭാഷ് അവർക്ക് പൈസ ഒക്കെ കൊടുക്കും. അപ്പോൾ നിധി അങ്ങോട്ട് വരും. അപ്പോൾ എന്താ ഇവിടെ നോക്കുമ്പോൾ ബാത്റൂം പണിയണമെന്ന് പറയും. എന്നോട് രാവിലെ പറഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പോൾ, മോളെ അതെ, നമ്മുടെ സാധാരണ ഒരു വീട് പണിയുന്ന പോലെയാണ് ആൾക്കാർ ബാത്റൂമിനെ പണിയിക്കുന്നത്, ഡിസൈൻ ചെയ്യുന്നത്. സുധീഷ് കുറേ ഡിമാൻഡുകൾ പറഞ്ഞത് കേട്ടിട്ട് പറയുന്നതാണ്, നമ്മൾ ആകെ 5 മിനിറ്റ് ഒരു ദിവസത്തിൽ അതിലിരിക്കുള്ളൂ, ആ 5 മിനിറ്റ് കൂടുതൽ ഇരിക്കാൻ പാടില്ലാത്ത സ്ഥലമാണ്, അതിനാണ് ഇത്രയും ഡെക്കറേഷൻ എന്നൊക്കെ പറയും. മോള് വന്നതല്ലേ, വാ ചായ ഇടാന്ന് പറയും. ഞാനിടാം സുഭാഷ് ഏട്ടാന്ന് പറയും. അപ്പോൾ ഭാസ്കരൻ പറയും, അത് ശരിയാ, ഇടയ്ക്കൊക്കെ അടുക്കളയിൽ നിന്ന് ഒരാൾ മാറി ചായ ഇടുന്നത് നല്ലതാണ്, ബോറടിക്കില്ല എന്ന് പറയും. അങ്ങനെ ചായ ഇടാൻ അങ്ങനെ പോകും. അതിനുശേഷം പിന്നെ കാണിക്കുന്ന നിധി ചൂലെടുത്ത് മുറ്റൊക്കെ അടിക്കണ്. അപ്പോൾ ഏട്ടത്തി ഇനി ഹെൽപ്പ് എന്ന് ചോദിച്ച് നികേഷ് വരും. അപ്പോൾ അതിന് മുന്നേ ഭാസ്കരൻ്റെ കൈ ഒന്നും കൂടെ പൊള്ളിയതായിട്ട് കാണിക്കുന്നുണ്ട് നിധി. അപ്പോൾ അയ്യോ അച്ഛ ഹോസ്പിറ്റലിൽ പോകാം, ഇങ്ങനെ പടക്കം പൊള്ളിയിട്ടുണ്ടെങ്കിൽ ഇത്തിരി പാടാണ് പൊറുക്കാനൊക്കെ പറയുമെങ്കിലും കൂടി ഇതൊന്നും പ്രശ്നമല്ല മോൾ, ഇതിനേക്കാളും വലിയ അപകടങ്ങൾ തരണം ചെയ്തിട്ടുള്ളതാണ് ഞാൻ എന്നൊക്കെ പറയും. അങ്ങനെ നികേഷിൻ്റെ ഇതിലേക്ക് നിധി ഒന്ന് പറയും, നീ ആ പടക്കം പൊട്ടിച്ചത് കൊണ്ടല്ലേ അച്ഛൻ അങ്ങനെ സംഭവിച്ചത്, എന്നിട്ട് നീ ഒന്ന് തെറ്റ് പറ്റിയാണ്, അറിയാതെ പറ്റിയാണെന്ന് മാപ്പ് സോറി പറഞ്ഞോ. ഞാനിതിന് സോറി പറയുന്നത്, പടക്കം പൊട്ടിക്കുന്നോടത്തേക്ക് അങ്ങേര് വന്ന് നിന്നിട്ടല്ലേ, എത്രയായാലും അച്ഛനല്ലേ, എന്നിട്ട് നീ ഇങ്ങനെയൊക്കെ സംസാരിക്കണേന്ന് പറയും. ഏട്ടത്തി ഇതിൽ ഇടപെടണ്ട കേട്ടോ, എനിക്ക് അങ്ങനായിട്ട് ഒരു ഇതില്ല, അയാൾ വഴിപോക്കനുണ്ടെങ്കിൽ പോലും ഞാൻ മാപ്പ് പറയും, പക്ഷേ അച്ഛനോട് ഞാൻ മാപ്പ് പറയും, ആളോട് ഞാൻ മാപ്പ് പറയില്ല എന്ന് പറയും. ഒരു വഴിപോക്കനുണ്ടെങ്കിൽ നീ അയാളെ മാപ്പും പറയാൻ വേണം, നീ അയാളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണ്ടേ, അതാണ് പറഞ്ഞത്, വഴിപോക്കനായിട്ട് പോലും ഞാൻ അയാളെ കാണില്ല എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ എഴുന്നേറ്റ് അവിടുന്ന് പോകും. അപ്പോൾ സുഭാഷ് ഒന്ന് നോക്കി, എന്താ നികേഷ് പെട്ടെന്ന് ദേഷ്യത്തോടെ പോകണം, അത് അച്ഛനോടുള്ള ദേഷ്യം മോളോട് കാണിക്കണേന്ന് പറയും. അത് വിട്ടുള്ള സുഭാഷ് ഏട്ടാന്ന് പറയും. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് രാത്രി എല്ലാവരും കൂടെ ഇരിക്കുമ്പോൾ ഭക്ഷണം ദോശയും ഇഡ്ഡലിയൊക്കെ ആവുമെന്നൊക്കെ പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അല്ല ഇന്ന് വെറൈറ്റി എന്ന് പറയും. നോക്കിയപ്പോൾ ഉപ്പുമാവ്, ഉപ്പുമാവ് എന്ന് പറഞ്ഞാൽ എല്ലാവരും തലതിരിക്കും, പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയും. അങ്ങനെ നികേഷും ഹരീഷും സുധീഷൊക്കെ എടുത്ത് കഴിക്കുന്നത്, അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ്, റവയ്ക്ക് ഇത്രയും ടേസ്റ്റ് ഉണ്ടാകുന്നൊക്കെ ചോദിക്കും. അപ്പോൾ പെട്ടെന്ന് സുഭാഷിൻ്റെ ഫോൺ ബെല്ലടിക്കും. സുധീഷ് എന്ന് എടുക്കുന്നത്, സുനന്ദങ്ങളെ വിളിക്കണേ, അവളെന്തിനാ ഇനി വിളിക്കണേ, കല്യാണം കഴിഞ്ഞ് പോയതല്ലേ,
ഇനി അവൾക്ക് അതിൻ്റെ ആവശ്യം ഉണ്ടോയെന്നൊക്കെ ചോദിച്ചു. സുധീഷ് ദേഷ്യപ്പെടുന്നു. ആ നാളും വിളിച്ചെന്ന് പറയുന്നത് കേട്ടോ, സുഭാഷ് ഏട്ടൻ വിളിക്കുന്നുണ്ടാവായിരിക്കും, അതുകൊണ്ടായിരിക്കും എന്നൊക്കെ നികേഷും പറയും. അപ്പോഴത്തേക്കും സുഭാഷ് വരും. സുഭാഷ് പറയും, ഞാൻ എന്തിനാ വിളിക്കുന്നത്, എന്നാൾ വിളിച്ചിട്ടുണ്ടായിരുന്ന പെൺകുട്ടി, ഞാൻ എടുത്തില്ല എന്ന് പറയും. എടുക്കാണ്ട് അപ്പം നിധി പറയും, ഇതൊക്കെയാണ് നിങ്ങളുടെ കുഴപ്പം. നികേഷേ, നീ കോളേജിൽ പഠിക്കുന്നവരല്ലേ, ഇവരൊക്കെ പിന്നെ ഓൾഡ് അമ്മാവന്മാരാണ്, അവരുടെ തലയിൽ ഇങ്ങനെയൊക്കെ തെളിയുള്ളൂ എന്ന് പറയും. ആ പെൺകുട്ടി വിളിച്ചത് ഇവിടെ വന്ന് ഭർത്താവിനെയും കൊണ്ട് വന്ന് ഭക്ഷണം കഴിച്ച് സന്തോഷത്തോടെ പോയ പെൺകുട്ടി വിളിക്കുന്നുണ്ടെങ്കിൽ അത് വെറുതെ സംസാരിക്കാൻ വേണ്ടി മാത്രമാണ്, അല്ലാണ്ട് ഇതൊരു മോശമായ ഒരു ചിന്തയില്ല എന്ന് പറയും. അപ്പോഴത്തേക്കും സുനന്ദ വീഡിയോ കോൾ വിളിക്കും. അപ്പം സുഭാഷ് എടുക്കില്ല. അപ്പം പറയും, എടുക്കാണ്ടിരുന്നാൽ സുഭാഷേട്ടൻ്റെ മനസ്സിലൊരു കറയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു പറയും. അപ്പോൾ സുഭാഷ് വേഗം എടുക്കും. സുനന്ദ എന്നുള്ളത്, സുഭാഷ് ഏട്ടാ, ഞാൻ കഴിഞ്ഞ ദിവസം വിളിച്ചിരുന്നു, സുഭാഷേട്ടൻ എടുത്തില്ല, നിങ്ങൾ എന്തൊക്കെയാണ് ഭക്ഷണം കഴിക്കുക എന്ന് പറയും. എനിക്ക് സുഭാഷേട്ടൻ്റെ ഭക്ഷണം മിസ് ചെയ്യുന്നുണ്ടാന്ന് പറയും. നോക്കട്ടെ, അവരെല്ലാവരെയും കാണിച്ചു തരാൻ പറയും. നിധിനോട് സംസാരിക്കുക, നിധി വിശേഷം സുഖമൊക്കെയാണോ എന്നൊക്കെ ചോദിക്കും. പിന്നെ സുധീഷെ വല്ല ഓട്ടം വരുന്നെങ്കിൽ ഇങ്ങോട്ട് വരണോട്ടാന്നൊക്കെ പറഞ്ഞ് ഹരീഷിനോടും നികേഷിനോടൊക്കെ സംസാരിച്ചിട്ടാണ് വെക്കുന്നത്. സുഭാഷിനോടും പറയും. നിധിക്ക് വീടും റൂമൊക്കെ കാണിച്ചു കൊടുക്കും. എന്നിട്ട് ഫോൺ വയ്ക്കും സന്തോഷത്തോടെ. ഇടയ്ക്ക് നിങ്ങൾ എന്നെ ഒന്ന് വിളിക്കണേ എന്ന് പറഞ്ഞിട്ടാണ് ഫോൺ വയ്ക്കുക. കണ്ട, ഇത്രയേ ഉള്ളൂ ആ പെൺകുട്ടിയുടെ മനസ്സിൽ. ഇതിനാണ് നിങ്ങൾ അതും ഇതൊക്കെ പറഞ്ഞത്. വേറൊരു കാര്യം ഇപ്പം മനസ്സിലായില്ലേ, ആദ്യം ഈ വീട്ടിലെ പേട്ടുബുദ്ധിയൊക്കെ ഉദിക്കുന്നത് ഈ കൊള്ളില്ലാത്ത ബുദ്ധിയൊക്കെ ഉദിക്കുന്നത് ഈ പേട്ടുതലയിൽ നിന്നെന്ന് സുധീഷിനെ പറയും. പേട്ടുതലേനോ? അതെ, അത് പിന്നെ മറ്റുള്ളവരിലേക്കും പകരും എന്ന് പറഞ്ഞ് സുധീഷിനെ കുറ്റം പറയും നിധി. പിന്നെ ഭാസ്കരൻ വരും. ഭാസ്കരന് ഉപ്പുമാവ് കൊണ്ട് കൊടുക്കും നിധി. അപ്പോൾ ടീസ്പൂൺ എന്താണെന്ന് ചോദിക്കുമ്പോൾ കൈ പൊള്ളിയതല്ലേ, ടീസ്പൂൺ കഴിച്ചോളാൻ പറയും. പിന്നെ ഞാൻ വല്ല വെള്ളക്കാരനല്ലേ എന്ന് പറയും. എന്നിട്ട് നിധി അവിടെ തന്നെ നിൽക്കുന്നുണ്ടപ്പോൾ ഇതെന്തോ ചോദിക്കാനാണ്, ഇവിടെ നിന്നാൽ ശരിയാവില്ല എന്നിട്ട് ഭാസ്കരൻ പ്ലേറ്റ് കൊടുത്ത് ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് മാറിപ്പോവും. അപ്പോൾ നിധി പറയുന്ന, ഞാൻ എന്താ ചോദിക്കുന്നു വിചാരിച്ചിട്ടുണ്ട് അവിടെ നിന്ന് മാറിയിരിക്കുന്നത്, സാരില്ല ഞാൻ കണ്ടുപിടിക്കും എന്നിങ്ങനെ പറയണേ. എൻ്റെ മനസ്സിലൊന്നുമില്ല, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒന്നും പറയാണ്ടിരിക്കണേന്ന് പറയും. അതെനിക്കറിയാം, കള്ളത്തരം ഒളിപ്പിക്കുന്നത് കൊണ്ടാണ് എൻ്റെ മുഖത്ത് നോക്കാൻ വിഷമമെന്ന് നിധിയും പറയും. ഭാസ്കരൻ അങ്ങോട്ട് നീങ്ങിയിരിക്കും. അപ്പോഴത്തേനും സുധീഷ് വരും. സുധീഷ് കണ്ടിട്ട് ചോദിക്കും, എങ്ങനെയുണ്ടോ ഇന്നത്തെ ജോലി എങ്ങനെ ഉണ്ടായിന്ന് ചോദിക്കും. അപ്പോഴത്തേനും ഭാസ്കരൻ അവിടെ നിന്ന് നീങ്ങിപ്പോവും. അപ്പം നിധി ഓഫീസിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയും. നമ്മൾ വലിയ ആളെന്നൊക്കെ വിചാരിച്ച് ചെന്നതാണ്, എല്ലാവരെയും കയ്യിലെടുക്കാൻ ഗോൾഡ് മെഡൽ എന്നൊക്കെ ചെറിയൊരു അഹങ്കാരമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ അവിടെ ചെന്നപ്പോൾ പോയി. ഒരാൾ വഴക്ക് പറഞ്ഞു. അപ്പോൾ അതെന്തിനാണ് വഴക്ക് പറയുന്നത്, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിരുത്തല്ലേ വേണ്ടത്. തന്നെ വഴക്ക് പറയാൻ മാത്രം അയാളായിരുന്നു നോക്കും. ഹലോ, അതെന്നെ എൻ്റെ ജോലിയിൽ ശ്രദ്ധ ഇല്ലാണ്ട് പറ്റിപ്പോയതിന് ഒരു ഉപദേശം തന്നാണ്, അതിൽ എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല, ഇയാളും പ്രശ്നമാകണ്ടെന്ന് പറഞ്ഞ് നിധി അകത്തേക്ക് പോകും. എൻ്റെ പെണ്ണിനെ വഴക്ക് പറയാൻ മാത്രം അവിടെ ആര് എന്നിങ്ങനെ ആലോചിക്കുന്നുണ്ട് സുധീഷ്. പിന്നെ കാണിക്കുന്നത് പ്രമോണ്. പ്രമോ ഭാഗത്ത് നീതു വർക്ക്ഷോപ്പിൽ വന്നിരിക്കുന്നുണ്ട്. നീതു സുധീഷ് നമ്മുടെ ഹരീഷിനോട് കൊണ്ടായി കൊടുക്കാൻ പറയും എന്നെ കൊണ്ട് പറ്റുന്നില്ല, എന്നിട്ട് വേണം നിൻ്റെ ആ ചന്ദ്രൻ ഓട്ടോറിക്ഷക്കാരൻ വന്ന് തന്നെ എടുത്തിട്ട് അലക്കാൻ ഉറപ്പാ, ഇപ്പോഴേ പേടിച്ചാൽ പിന്നെ അപ്പം എന്ത് ചെയ്യും എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ നിധിയുടെ ഓഫീസിൽ കാണിക്കുന്നത്, അവിടേക്ക് സുധീഷ് ചെന്ന് ആ സാറിനോട് ചോദിക്കുന്നു, ഒരാൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളെ തിരുത്തൽ ചെയ്യാൻ, അല്ലാണ്ട് വഴക്ക് പറയാൻ നിങ്ങളാരാണ് സാറേ എന്നൊക്കെ ചോദിക്കും. അപ്പോഴത്തേനും സുധീഷ് എന്ത് ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ച് നിധി ഓടി വന്ന് സുധീഷിനെ പിടിക്കുന്നുണ്ട്. എന്തായാലും നിധിയുടെ ജോലി ഇതോടുകൂടി പോകും എന്നുള്ളൊരവസ്ഥയിൽ മാനേജറും വന്ന് നോക്കി നിൽക്കുന്നുണ്ട്. നിധിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുന്നതോടെയാണ് എപ്പോഴും അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.